ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ വ്ളോഗും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, എന്നും ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ തന്നെയല്ലേ എനിക്കൊന്നും കാണിക്കാനുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അയ്യോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി, 3-4 പീസ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ചേർക്കാനുള്ള ഒരു സംഭവമാണിത്. പിന്നെ ഇത് നല്ല കട്ട തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരല്ല, നാടൻ തൈരാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പയറും കൂടെ ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് വെച്ച് അതൊന്ന് ചൂടാവുന്ന ഒരു സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്തിടുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയല്ല, അതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ പയർ നമുക്ക് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വ്യത്യാസപ്പെട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാനുണ്ട്. ഒരുപാട് വറുത്ത് കോരത്തക്ക രീതിയിൽ അല്ലാതെ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് പോലെ ആകും. ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കേണ്ടത്. ചെറു തീയിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന ആ ഒരു ടൈം നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റാം. ഈ എണ്ണ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കോരി കഴിയുമ്പോഴേക്കും ആദ്യം കോരിയതും അവസാനം കോരുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ ജീരുള്ളി, ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണേ. അതുപോലെ നമ്മൾ അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വറ്റൽമുളക് നമ്മൾ അവസാനം ചേർത്താലും മതി കേട്ടോ. അത് ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അങ്ങനത്തെ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. നാടൻ കറിവേപ്പില കിട്ടുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. അങ്ങനെ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയർ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. നാടൻ രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴമയുടെ രുചിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ആദ്യം തന്നെ പയറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ തൈരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു നുള്ള് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് ഇനി ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതാ ചൂടിൽ തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബായ്.